ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോക്കൗട്ട് എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കീനെല്ലാം കൂടെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ബോക്സിംഗ് മാച്ചിന് വേണ്ടിയിട്ടുള്ള സെറ്റെല്ലാം ഇപ്പോൾ കുറേ ആൾക്കാർ ചേർന്ന് റെഡിയാക്കുന്നതൊക്കെയാണ്. അതിൻ്റെ ക്യാമറാസ് കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു റൂമിൽ ഇരുന്ന് മറ്റു ചില ആൾക്കാർ റെഡിയാക്കുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് കീന് നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് അവരാണെങ്കിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോയിട്ടില്ലാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ കീൻ മാത്രമേ ആ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമിന് തണ്ണ് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കീന് തണ്ണിനെ കണ്ടിട്ട് അവനോട് പറയുന്നുണ്ട്, ബോക്സിങ്ങായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തിരുന്ന ഞാനാ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ എന്നിങ്ങനെ പറയാണ്. ആ സമയം തന്നെ ശരിയാ നിനക്ക് ബോക്സറായിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ടിനെയും കിട്ടിയില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ കീനിനെ കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിനാണ് പെട്ടെന്ന് MP പൂവിഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്തോ ഭാഗ്യത്തിന് അയാൾ കയറി വരുന്ന സൗണ്ട് ഇവർ കേൾക്കുന്നതുകൊണ്ട് തന്നെ ഇവർ കിസ് ചെയ്ത് നിർത്തിയിട്ട് മാറി നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ഇടയിൽ കിസ് കിടന്നേക്ക് ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ നിങ്ങളുടെ ഒരു ഒരുമിച്ചാണ് നിന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല, സോറി എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ആ ഒരു ഫൈറ്റ് അന്നത്തെ ദിവസം തന്നെയായിരുന്നു. സോ എല്ലാവരും അതിനായിട്ട് റെഡി ആവുന്നുണ്ട്. ആൾക്കാരെല്ലാം തന്നെ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ബോങ്കിയുടെ മറ്റൊരു പെൺകുട്ടിയുടെ ഫൈറ്റാണ് കാണിക്കുന്നത്. അതിൽ ബോങ്കിയാണെങ്കിൽ ആദ്യമൊന്നും നേരെ ചെയ്യുന്നില്ല. അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ക്ലാവോ ഇരിക്കുന്നുണ്ടായിരുന്നു. ക്ലാവോ ആണെങ്കിൽ നിന്നെക്കൊണ്ട് പറ്റും, നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബോങ്കിക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തോ ക്ലാവോനെ അവൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാകാം മേ ബി ക്ലാവോയുടെ ആ ഒരു സപ്പോർട്ട് അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഫുൾ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. 8നെ കാണിക്കുവാണെങ്കിൽ അവനും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവനും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. സോ അവൻ്റെ അടുത്ത് പെച്ചും ഡാർവിനും ഒക്കെ തന്നെ നിന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മോട്ടിവേറ്റ് ആക്കി വിടുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് 8ന് ടെൻഷൻ ഉണ്ട് താൻ തോക്കുമെന്ന്. അത് അവൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഡാർവിൻ പെട്ടെന്ന് 8ൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറയാണ്. ഈ ഒരു സീരീസിൽ അവർ തമ്മിൽ ഒത്തിരി തവണ കിസ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഇവർ രണ്ടുപേരും പരസ്പരം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് പറയുന്നത്. സോ അത് കേൾക്കുമ്പോഴത്തേക്കും 8 ആണെങ്കിൽ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്, ആൾ ഹാപ്പി ആവുന്നുണ്ട്. ആൾക്കും പിന്നെ എനർജി വന്നെന്ന് വേണമെങ്കിൽ പറയാം. അവന് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ 8 ജയിക്കുന്നുണ്ട്. ബോങ്കിയും ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഫൈറ്റ് കാണിക്കുകയാണെങ്കിൽ അതിലും ബോങ്കി ജയിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. കാരണം പെച്ചിൻ്റെ ക്യാമ്പിലുള്ള പിള്ളേർ തന്നെയാണ് ഈ 2 ഫൈറ്റിലും ജയിച്ചത്. 8നെ വീണ്ടും കാണിക്കുമ്പോൾ അവൻ്റെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ടൈമിന് ഒരു പയ്യൻ 8ൻ്റെ ഫോൺ അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അർജൻറ്റ് കോളാണെന്ന് പറയുന്നുണ്ട്, അറ്റൻഡ് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ അവൻ കോൾ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ആരെന്താണ് പറയുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കോളിലുള്ള സംഭവം കേൾക്കുന്നതും അവൻ ഷോക്കാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആരോടൊന്നും പറയാതെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് തണ്ണിനെയും യട്ടിനെയും കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് മീഡിയയ്ക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവരുടെ കൂടെ MP പൂവിഷും വന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ തണ്ണാണെങ്കിൽ ചിരിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ MP പൂവിഷ് അവരുടെ അടുത്ത് പതുക്കെ പറയുന്നുണ്ട് കീനിൻ്റെ മുന്നിൽ മാത്രം ചിരിക്കാതെ ക്യാമറയ്ക്ക് ഇവിടെ വേണ്ടിയിട്ട് ചിരിച്ചു കൊടുക്കാനായിട്ട്. അതേസമയം കീനാണെങ്കിൽ ആ ഒരു മത്സരം കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ക്യാമറയുടെ കാര്യങ്ങളും എല്ലാം തന്നെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു കൺട്രോൾ റൂമിൽ ആ ആൾക്കാരുടെ കൂടെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അവിടെ നിന്നുകൊണ്ടായിരുന്നു അവനാണെങ്കിൽ ക്യാമറ വഴി മാച്ചൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അടുത്ത് തണ്ണിനെ കാണിക്കുമ്പോൾ അവനും യട്ടും തമ്മിലുള്ള മാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ തണ്ണ് റെഡിയായി ഇരിക്കുമ്പോൾ പെച്ച് വന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് റൗണ്ടിൽ അവൻ എങ്ങനെയാണ് കളിക്കുന്നത് നേരെ മനസ്സിലാക്കുക, എന്നിട്ട് നീ ആണെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ അവനെ തോൽപ്പിച്ചാൽ മതി, നിന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മോട്ടിവേറ്റ് ആക്കി വിടുന്നുണ്ട്. അങ്ങനെ തണ്ണിൻ്റെ ആ ഒരു മത്സരം തുടങ്ങുന്നുണ്ട്. എല്ലാവരും തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം പെച്ചിൻ്റെ ക്യാമ്പിലുള്ള 2 പിള്ളേർ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഇനി തണ്ണും കൂടെ ജയിച്ചാൽ മതി, അവർ മൊത്തത്തിൽ ജയിച്ചെന്നൊക്കെ പറയാം. അങ്ങനെ ഇവരെല്ലാവരും തന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. യട്ടും തണ്ണും ഒരേപോലെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം രണ്ടുപേരും അത്രയും പവർഫുള്ളാണ്. പക്ഷേ എന്തോ നമ്മുടെ തണ്ണിന് യട്ടിൻ്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ യട്ടിൻ്റെ നല്ല ഇടി കിട്ടുന്നുണ്ട്. യട്ടിൻ്റെ നിന്ന് മറ്റൊരു ഇടിയും കൂടെ കിട്ടുന്ന ടൈമിന് തണ്ണിൻ്റെ ബോധം പോയിട്ട് അവൻ താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്. സോ 10 വരെയുള്ള കൗണ്ട് ഡൗൺ അത് റെഫറി അവിടെ നിന്ന് എണ്ണുന്നുണ്ട്. എന്നാൽ ആ ഒരു ടൈമിനൊന്നും തന്നെ അവനാണെങ്കിൽ എഴുന്നേൽക്കുന്നില്ല. അതേസമയം കൺട്രോൾ റൂമിൽ ഇത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കീനും നേരെ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ടീമിനെ വിളിക്കാനായിട്ടും പറയുന്നുണ്ട്. നമ്മുടെ പെച്ചു എല്ലാവരും തന്നെ നമ്മുടെ തണ്ണിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്ര തട്ടി വിളിച്ചിട്ടും ഇവൻ്റെ ബോധം തിരിച്ചു വരുന്നില്ല. മെഡിക്കൽ ടീം വന്നിട്ട് തണ്ണിനെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ ടൈമിന് പെച്ചിന് എന്തോ ഡൗട്ട് വന്നിട്ട് തണ്ണ് നേരത്തെ ഇരുന്ന് ആ ഒരു റൂമിലേക്ക് ചെല്ലാണ്. തണ്ണ് കുടിച്ച വെള്ളമൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ അതിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്യാതെ അത് കമത്തി വെച്ചിട്ട് നോക്കുകയാണ്. ആ ഒരു ടൈമിന് സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ മനസ്സിലാവുന്നുണ്ട് ആരോ എന്തോ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്, അത് കാരണമാണ് അവൻ്റെ ബോധം പോയെന്ന്. ഇതൊന്നേ തന്നെ മീഡിയയിൽ എത്തുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മീഡിയക്കാർ തന്നെ ഒന്നേ തന്നെ ഇത് ന്യൂസാക്കി അങ്ങനെ പറയുന്നുണ്ട്. അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ആരാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അത് തണ്ണിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഹോസ്പിറ്റലാണുള്ളത്. ഇതുവരെയായിട്ട് ബോധം വന്നിട്ടില്ല. തൊട്ടടുത്ത് കീനിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് MP പൂവിഷ് അവനെ കോൾ ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അവൻ ഫസ്റ്റ് സംഭവിച്ച കാര്യത്തിന് സോറി പറയാണ്. താനെല്ലാം ചെക്ക് ചെയ്തായിരുന്നു, എല്ലാ വാട്ടർ ബോട്ടിലും ചെക്ക് ചെയ്തായിരുന്നു, പക്ഷേ ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. MP പൂവിഷ് അപ്പോൾ ഞാനാണെങ്കിൽ പോലീസുകാരെ കൊണ്ട് അന്വേഷിക്കുന്നുണ്ട്, നീ ആണെങ്കിൽ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ട് കോൾ കിട്ടിയാണ്. ആ ഒരു ടൈമിന് പെച്ച് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പെച്ച് കീനിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ബോക്സിങ്ങിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, എന്തായാലും തണ്ണിന് കുഴപ്പമൊന്നുമില്ലാത്ത തന്നെ വലിയ കാര്യമാണ്,
നീയും പിന്നെ വീക്കാവാൻ പാടില്ല, നീയും റെസ്റ്റ് എടുക്ക്, നീയും കൂടെ വീക്കായി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എന്നാൽ പിന്നെ ഞാനിപ്പോൾ പോവാണെന്ന് പറഞ്ഞിട്ട് പെച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. നൈറ്റ് മൊത്തം പിന്നെ കീനാണെങ്കിൽ തണ്ണിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ തണ്ണിന് ബോധം വരുന്നുണ്ട്. അവൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ കീന് തൻ്റെ അടുത്ത് ഇരുന്ന് ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. തണ്ണങ്ങനെ കീനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും കീൻ ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. തണ്ണ് ഉണർന്നിരിക്കുന്ന കാണുന്നതും നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയം ഫസ്റ്റ് തണ്ണാണെങ്കിൽ ഞാൻ ഒട്ടും ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കീനിനെ ഓരോന്ന് പറഞ്ഞ് ടെൻഷനാക്കുന്നുണ്ട്. എന്നാൽ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കുമ്പോൾ കീനാണെങ്കിൽ ഇപ്പോഴാണോ തമാശ പറയുന്നത്, ഞങ്ങളൊക്കെ എന്തുമാത്രം ടെൻഷനായെന്നറിയാവോ, എല്ലാം ഞാൻ കാരണമാണ്, ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ തന്നാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, നീ നിന്നെ സ്വയം കുറ്റപ്പെടുത്തരുത്, കാരണം നീ എല്ലാം നന്നായിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പിന്നെ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഡാർവിനെയാണ്. അവനിപ്പോൾ അവരുടെ തന്നെ ബോക്സിംഗ് ക്യാമ്പിൽ ഇരുന്നിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ആരാണ് ഇതുപോലെയൊക്കെ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഒരു പക്ഷേ പെച്ചിൻ്റെ ആ ഒരു ബോക്സിംഗ് ക്യാമ്പ് വലുതാവാതിരിക്കാൻ, ഫേമസ് ആവാതിരിക്കാനായിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ന്യൂസ് കണ്ടതിന് ശേഷം അവനാണെങ്കിൽ 8നെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം മാച്ച് കഴിഞ്ഞപ്പോഴേ 8ന് ഒരു കോൾ വന്നിട്ട് അവൻ പോയതാണ്. ഇതുവരെ ആയിട്ട് പിന്നെ 8 എങ്ങോട്ടാണ് പോയത്, എന്തിനാ പോയത്, ഒരു വിവരവും ഇല്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ 8നെ കോൾ ചെയ്യുകയാണ്, പക്ഷേ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ 8ന് മെസ്സേജ് ഇടുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ ആ ഫൈറ്റിൻ്റെ ഇടയിൽ എനിക്കിതിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞത് നിന്നെ അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി എന്നാണ്. അവനങ്ങനെ പറയാനായിട്ട് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ രണ്ടുപേരും ഈ സീരീസിൽ ഇതുവരെയായിട്ട് ഒത്തിരി തവണ കിസ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും രണ്ടുപേരും പരസ്പരം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല, ലൈക്ക് അവർ ലവേഴ്സ് ആയിട്ടില്ല. ഇന്നലെ ഫൈറ്റിൻ്റെ ടൈമിലുമായിരുന്നു ആദ്യമായിട്ട് ഡാർവിനാണെങ്കിൽ തനിക്ക് 8നെ ഇഷ്ടമാണെന്നുള്ള കാര്യം 8ൻ്റെ അടുത്ത് കൺഫസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് 8 എങ്ങോട്ടേലും പോയി കളഞ്ഞതായിരിക്കും തന്നെ ഫേസ് ചെയ്യാനായിട്ട് മടിച്ചിട്ട്, അല്ലെങ്കിൽ തന്നെ അടുത്ത് ദേഷ്യമായി കാണോ അത് കരുതിയിട്ടാണ് അവൻ അങ്ങനെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. എന്നാൽ അവനത് അയക്കുന്നില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നീ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് കീനിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ തണ്ണിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. ഇതിൻ്റെ തന്നെ ന്യൂസൊക്കെ കാണുന്നുണ്ട്. കാണുന്ന ടൈമിന് യട്ടിൻ്റെ അടുത്തും ഒരു മീഡിയ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന ഒരു വീഡിയോ ഇവർ കാണുന്നുണ്ട്. അതിൽ യട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല, പക്ഷേ കീൻ അവനാണെങ്കിൽ ഈ ഒരു മാച്ച് നന്നായിട്ടായിരുന്നു അറേഞ്ച് ചെയ്തത്, അവൻ ശരിക്കും അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ തണ്ണിന് ജലസാവുന്നുണ്ട്, നമ്മുടെ കീനിനും അത് മനസ്സിലാവുന്നുണ്ട്. അടുത്ത് MP പൂഷിനെയാണ് കാണിക്കുന്നത്. ഇപ്പം അയാളും ഒരു മീഡിയയുടെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അങ്ങനെ ചെയ്തതെന്ന് അന്വേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ ഒരു ടൈമിന് ആരാണെന്നറിയില്ല പെട്ടെന്ന് ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട് ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്, ഇയാളൊരു മോശക്കാരനാണ്, ഇയാളൊരു കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ട് MP പൂഷിൻ്റെ ദേഹത്തേക്ക് ഒരു കളർ പോലുള്ള വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം അയാളെ പിടിച്ചു മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. എന്ന് MP പൂഷ് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, അയാളൊരു വിക്റ്റിമാണ്, അയാളുടെ അടുത്ത് ഞാൻ സോറി ചോദിക്കുന്നു, ഇങ്ങനെ മാച്ചിലൊക്കെ സംഭവിക്കുന്നു ഒട്ടും വിചാരിച്ചതല്ല, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് MP പൂഷ് അയാളുടെ അടുത്ത് മര്യാദയ്ക്ക് തന്നെ സംസാരിച്ച് ആ ഒരു പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് വിടുന്നുണ്ട്. അടുത്ത് വീണ്ടും തണ്ണിനെയും കീനിനെയും കാണിക്കുമ്പോൾ അവരാണെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. തണ്ണിനാണെങ്കിൽ ഒരു പ്രശ്നമില്ല, എന്നാലും കീൻ തന്നെ അവനത് വാരി കൊടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കീൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് കീനിൻ്റെ ഫോണിൽ ക്ലാവോ 1-2 മെസ്സേജ് ഇടുന്നത്. നോക്കുമ്പോഴത്തേക്കും ആ ഒരു MP പൂഷിൻ്റെ ദേഹത്ത് അയാൾ വന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ കീനാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. തണ്ണപ്പോൾ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് നേഴ്സ് അങ്ങോട്ടേക്ക് തണ്ണിൻ്റെ BP ചെക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അങ്ങനെ കീനാണെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ക്ലാവോയിനെയാണ്. ക്ലാവോ ഇപ്പോൾ മൂവേന്ന് പറഞ്ഞിട്ട് ഒരു പട്ടി ആക്രമിച്ചിട്ട് മരിച്ചുപോയൊരു പെൺകുട്ടി അവളുടെ ബോഡി കണ്ടു കിട്ടിയ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ക്ലാവോ ആണെങ്കിൽ അവളുടെ ഫോണിൽ ഒരു റിപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് 21 ജൂണിനാണ് ഈ ഒരു പെൺകുട്ടിയുടെ ബോഡി ഇന്ന സ്ഥലത്തുനിന്ന് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ സമയം ആ ഒരു പെൺകുട്ടിയുടെ ബോഡി കിടന്ന സ്ഥലത്തേക്ക് ഇവളെ കൊണ്ടുവന്ന അവിടെ തന്നെ താമസിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇവളീ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ട് അയാൾ പറയുന്നുണ്ട് ശരിക്കും അവളാണെങ്കിൽ ഒരു പട്ടിയുടെ ആക്രമണത്തിൽ മരിച്ചാണെന്ന് തോന്നുന്നില്ല, കാരണം അതാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ഇവിടുത്തെ പട്ടികളൊക്കെ അങ്ങനെ ഒരു മനുഷ്യനെ ആക്രമിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. ഇതേ സെയിം ഡൗട്ട് തന്നെ ക്ലാവോയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ക്ലാവോ ഈ ഒരു കേസിനെ പറ്റി അന്വേഷിക്കാനായിട്ട് വന്നിരിക്കുന്നതും. അങ്ങനെ അവളാണെങ്കിൽ അവിടെയുള്ള ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്, കാരണം ബ്ലഡിൻ്റെ കുറച്ച് അംശമൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടക്കുന്ന കരിയിലെല്ലാം നീക്കി കളയുമ്പോൾ അവിടെ നിന്ന് ബട്ടൺസ് ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല, ഒരു സംഭവം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവളെ തന്നെ ഒരു കവറിൻ്റെ അകത്തേക്ക് ആക്കുന്നുണ്ട്. ഇതേസമയം തണ്ണിനെ കാണിക്കുമ്പോൾ അവൻ ഹോസ്പിറ്റൽ ബെഡിലിരിക്കുന്ന ടൈമിന് അവനെ കാണാനായിട്ട് ആരോ വരുന്നുണ്ട്. വീണ്ടും അടുത്ത് ക്ലാവോനെ കാണിക്കുമ്പോൾ അവളാണെങ്കിൽ വണ്ടിക്കകത്തേക്ക് കയറിയതിനു ശേഷം അവൾക്ക് ആ കിട്ടിയ ഒരു സംഭവത്തിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അതെന്താ സംഭവം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അടുത്ത് കീനിനെ കാണിക്കുമ്പോൾ കീനിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക്
പുറത്തേക്ക് തടിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ അവനത് വാങ്ങിച്ചിട്ട് ലിഫ്റ്റ് കയറി പോകാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് തണ്ണിനെ കാണാനായിട്ട് MP പൂവശ്യം വന്നിട്ടുണ്ടായിരുന്നു. സോ അയാളെ കാണുമ്പോഴത്തേക്കും കീന് അയാളടുത്ത് സംസാരിക്കുന്നുണ്ട്. കാരണമാണ് അയാൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് കരുതിയിട്ട് അയാളോട് സോറി പറയുന്നുണ്ട്. എന്നാൽ MP പൂവശ്യം എന്നെയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കീനിൻ്റെ കൂടെ ഒരുമിച്ച് ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. അതേ ടൈമിന് വീണ്ടും ക്ലാവോനെ കാണിക്കുമ്പോൾ അവളാണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്ത് അവൾ അവസാനം വന്ന് നിൽക്കുന്നത് ടൈഫൂണിൻ്റെ കോച്ചായിട്ടുള്ള പഗോണിനെയാണ്. പഗോണിനെയും നമ്മൾ പഗോണിൻ്റെ ആ ഒരു ബോക്സിംഗ് ക്യാമ്പിനെയൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ക്ലാവോ ഇപ്പോൾ അയാളുടെ ഒരു ഇൻ്റർവ്യൂ ആണ് നോക്കുന്നത്. അയാളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് എന്തോ അവൾ സൂം ചെയ്ത് നോക്കുന്നുമുണ്ട്. അതേ ടൈമിന് തന്നെ നമ്മുടെ തണ്ണിനെ ആരാണ് കാണാൻ വന്നതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതും ഈ പഗോൺ തന്നെയായിരുന്നു. അയാളെ കാണുമ്പോഴത്തേക്കും തന്നെ ചോദിക്കുന്നുണ്ട്, താനെന്തിനാ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. വീണ്ടും അടുത്ത് കീനിനെയും പൂഷിനെയും കാണിക്കുമ്പോൾ അവരിങ്ങനെ ലിഫ്റ്റിൽ നിന്ന് പോവുകയാണ്. ആ ഒരു ടൈമിന് ക്ലാവോ എന്തോ മനസ്സിലാക്കിയിട്ട് കീനിനെ കോൾ ചെയ്യുന്നുണ്ട്. അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇപ്പോൾ മൂവേ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കേസ് അന്വേഷിക്കായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കേസ് പോലെ തന്നെ സിമിലർ ആയിട്ട് തോന്നി. കണ്ടിട്ട് അത് രണ്ടും കൊലപാതകമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവള് പറയുന്നതും ഇവന് ക്ലിയർ ആവുന്നില്ല. കാരണം ലിഫ്റ്റിൻ്റെ അകത്തേക്ക് നിൽക്കുകയാണ്. അങ്ങനെ അവൻ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവളിങ്ങനെ കാര്യം വീണ്ടും പറഞ്ഞതിൻ്റെ സെയിം പറയുന്നുണ്ട്. കൊന്നത് ഒരേ ആളാണെന്ന് എനിക്ക് തോന്നുന്നു പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും അവനും പിന്നെ പൂഷ്യം കൂടെ ആയിട്ട് നടന്ന് നമ്മുടെ തണ്ണുള്ള റൂമിലേക്ക് വരായിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ തന്നെ ഇവനാണെങ്കിൽ തണ്ണിൻ്റെ ആ ഒരു റൂമിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്ന ടൈമിന് കറക്റ്റ് തണ്ണും പഗോണും തമ്മിൽ അവിടെ ഒരു വഴക്കുണ്ടാകുന്നത് ഇവൻ കേൾക്കുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ഫോണിൽ കൂടെ ക്ലാവോ പറയുന്നുണ്ട്, കണ്ടിട്ട് നിൻ്റെ അച്ഛനെ കൊന്നയാൾ പഗോണാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ കീൻ നോക്കുമ്പോൾ അവൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നത് പഗോണാണ്. അതേസമയം പഗോണാണെങ്കിൽ തണ്ണിൻ്റെ അടുത്ത് സംസാരിച്ചതിൽ നിന്ന് നമുക്കൊരു കാര്യവും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ശരിക്കും തണ്ണിൻ്റെ അച്ഛൻ അത് പഗോണാണെന്നും. സോ അതൊരു ട്വിസ്റ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്തായാലും അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ടിരുന്നൊരു ബൈ.